ഇന്ന് ഈ അൽഫോൻസ ഭവനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള നമ്മുടെ ദിവ്യരക്ഷക സഭാ സമൂഹാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്, ഒരു തിരുനാൾ ദിനമാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ നമുക്ക് വിശദീകരിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാം ഇന്ന് ആഘോഷിക്കുന്ന വിശുദ്ധ ജെറാർഡ് മജെല്ലായുടെ ജന്മത്തിൻ്റെ 300-ാം വർഷമാണ്. വലിയ സന്തോഷ നിമിഷങ്ങളിൽ നാം എല്ലാവരും ഈ ദേവാലയ അങ്കണത്തിലെത്തി വിശുദ്ധ ജെറാർഡ് മജെല്ലയുടെ മാധ്യസ്ഥം തേടുവാനുള്ള ഒരു പ്രത്യേകമായ അഭൂതപൂർവമായ ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. ഞാനും അതിൽ സന്തോഷിക്കുന്നു. ദിവ്യരക്ഷക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായി എനിക്ക് തോന്നുകയാണ് ഈ തിരുശേഷിപ്പ് പ്രയാണം എന്ന് പറയുന്നത്. കാരണം 18-19 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഈ സഭയിലെ പ്രമുഖരായ വിശുദ്ധരുടെ നിരയിലെ ഒരു വിശുദ്ധനാണ് ഈ ജെറാർഡ് മജെല്ല എന്ന് പറയുന്നത്. ഈ സഭയുടെ സ്ഥാപകൻ തന്നെയായ അൽഫോൻസ് ലിഗോരി, അല്ലെങ്കിൽ ക്ലെമന്റ് മേരി ഹോഫ്ബോയർ, അല്ലെങ്കിൽ ജോൺ നോയ്മൻ പോലെയുള്ള പ്രഗത്ഭരുടെ നിരയിൽ ഇദ്ദേഹത്തെ നിർത്താൻ കൊള്ളുമോ, അല്ലെങ്കിൽ നിർത്താൻ പറ്റുമോ എന്നൊക്കെ നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കുമ്പോഴാണ് ദൈവം പ്രത്യേകമായിട്ട് ഉയർത്തിയ ഒരു വിശുദ്ധനാണ് ഈ ജെറാർഡ് മജെല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അദ്ദേഹം ജനിച്ചത് ഇത്തിരി പിറകിലാണ്, ഇത്തിരി വർഷങ്ങൾക്ക് പിറകിൽ, 300 കൊല്ലമായി. താഴെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം 1726. ഇപ്പോൾ 2026 300 കൊല്ലം പൂർത്തിയാകുന്നു. ഈ 300 കൊല്ലത്തിന് മുമ്പുള്ളയാള് ഇങ്ങനെ എന്താണ് പ്രാധാന്യം അറിയിക്കുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു പോകും. 29 വർഷക്കാലം മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. താനും 29 വയസ്സ്. നമുക്കൊക്കെ ഒത്തിരി വയസ്സായില്ലേ? 29 വയസ്സേ ജീവിച്ചുള്ളൂ. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വലിയ വ്യക്തിയായി ലോകം സാക്ഷ്യപ്പെടുത്തുന്നു, ഇന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഈ ദിവസങ്ങളിൽ ഇവിടെ പല ഈ വിശുദ്ധനെ കുറിച്ച് പല പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കേണ്ടതില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ ആദ്യമായി കേൾക്കുന്നവരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാം. ചെറുപ്പത്തിൽ തന്നെ സമർപ്പണ ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് ഉള്ളിൽ താല്പര്യം പുലർത്തിയിരുന്ന മനുഷ്യൻ 12-ാം വയസ്സിൽ അപ്പച്ചൻ മരിച്ചതിനാൽ കുടുംബ പ്രാരാബ്ദം ഏറ്റെടുത്ത ഒരു പയ്യൻ. ഈ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി പയ്യൻ തന്നെയാണ്. കൃശഗാത്രൻ, ദുർബലൻ, കണ്ടു കഴിഞ്ഞാൽ ആരും ഒരാൾ പോലും ആ സഭയിൽ അഡ്മിറ്റ് ചെയ്യല. അത്രയ്ക്ക് മോശം അപ്പിയറൻസ്, ഫ്രെയിൽ ലുക്ക് എന്നാണ് അതിന് പറയുന്നത്. വളരെ ദുർബലനായ മനുഷ്യൻ. പല സഭകളിലും പോയി ചോദിച്ചു എന്നെ ചേർക്കാവോ എന്ന്. ആരും ചേർത്തില്ല. അവസാനം ഈ ഇടവകയിൽ, അദ്ദേഹം ജീവിച്ച ഇടവകയിൽ ഈ പ്രിയപ്പെട്ട അച്ഛന്മാർ, ഇവർ തന്നെ വലിയ ധ്യാനഗുരുക്കന്മാരാണല്ലോ, ഇവരുടെ അന്നത്തെ പൂർവികർ പ്രസംഗിക്കാൻ ചെന്നു. അപ്പം അവരെ ചുറ്റിപ്പറ്റി ഇദ്ദേഹം പുറകെ നടന്ന് അവരുടെ കൂട്ടത്തിൽ ചേരുകയാണ്. ഇങ്ങനൊരു താല്പര്യമുണ്ടെന്ന് വീട്ടിൽ അമ്മയെ അറിയിച്ചപ്പോൾ അമ്മ അദ്ദേഹത്തെ വീട്ടിൽ പൂട്ടിയിട്ടു. പിന്നീട് അദ്ദേഹം രക്ഷപ്പെടുന്നതിന് ഒരു മാർഗം കണ്ടെത്തി 2-ാം നിലയിലാണ് പൂട്ടിയിട്ടത്. അവിടെ ബെഡ്ഷീറ്റ് കൊണ്ടൊരു കയറുണ്ടാക്കി അത് ജനലിൽ കെട്ടി. നമ്മുടെ പോലത്തെ ജനലല്ല, ഈ കമ്പികൾ, ഇടക്കമ്പികളില്ലാത്ത ജനലാണ് യൂറോപ്പിൽ. അതിലെ താഴേക്ക് ഇറങ്ങി ബെഡിലൊരു കുറിപ്പ് എഴുതി വെച്ചു. എന്താണ് ആ കുറിപ്പെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്മേ, എന്നെക്കുറിച്ച് ഓർക്കേണ്ടതില്ല, ഞാൻ വിശുദ്ധനാകാൻ പോവുകയാണ്. അങ്ങനെ ഈ സന്യാസ സഭയിൽ ചേർന്നൊരു വ്യക്തി. പക്ഷേ അവരും ബുദ്ധിമുട്ടി എന്നുള്ളതാണ് സത്യം. അധികാരികൾ നോവിഷ്യത്തിലേക്ക് വിട്ടപ്പോൾ കൊടുത്തുവിട്ട ഒരു കത്ത് എന്നെയും ഞെട്ടിച്ചു. ഞാനത് വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കുറിച്ചെന്നറിയുമോ? അന്നത്തെ സുപ്പീരിയർ കുറിക്കുകയാണ്, ഐ ആം സെൻഡിങ് ടു യു സമ്പൺ. ആരാണ് ആ സമ്പൺ? ആ യൂസ്ലെസ് ലേ ബ്രദർ. ഉപയോഗമില്ലാത്തൊരു ലേ ബ്രദറിനെ ഞാൻ അങ്ങ് അയക്കുകയാണ്.
ദൈവമേ, ആ ഉപയോഗമില്ലാത്തവനാണ് ഇന്ന് നമ്മൾ വണക്കത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപയോഗമില്ലാത്തവനെ ഉപയുക്തനാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു അദ്ദേഹം ആശ്രയിച്ചത് എന്നാണ് നാം ചരിത്രത്തിൽ നിന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കേ. നമ്മുടെ പ്രാരംഭ വായന ആരംഭത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അച്ഛൻ വായിക്കുകയുണ്ടായി, ദൈവഹിതം നിറവേറട്ടെ. അത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയുമോ? അത് അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു കുഞ്ഞു മുറിയുണ്ടായിരുന്നു. ആ കുഞ്ഞുമുറി അവരുടെ ഭാഷയിൽ വിളിച്ച് പറയുന്നത് സെല്ലെന്നാണ്. ഈ സെല്ലിൻ്റെ മുകളിൽ അദ്ദേഹം ആപ്തവാക്യം പോലെ എഴുതി. എന്താ എഴുതുന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ദൈവഹിതം നിറവേറുന്ന സ്ഥലമാണ് ഈ സെല്ല് തൻ്റെ മുറി എന്നർത്ഥം. എത്ര മനോഹരമാണ് ആ വാക്കെന്നുള്ളതെന്ന് ഓർക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം, രണ്ടർത്ഥമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം, ഡ്യൂറേഷനാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് അത് എവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങയുടെ ഹിതം നിറവേറട്ടെ, ദൈ വിൽ ബി ഡൺ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരാള് പ്രമുഖ സ്ഥാനത്തേക്ക്, ഇപ്പം ഞാനൊക്കെ ഇവിടെ നിൽക്കുന്ന പ്രമുഖ സ്ഥാനങ്ങളിലാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ആ മനുഷ്യൻ വന്നിട്ടില്ല. അദ്ദേഹം എന്തൊക്കെ ചെയ്തത്? ആശ്രമത്തിലെ സാധാരണ ജോലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ എണീക്കണം, അടുക്കളയിലെ ജോലി ചെയ്യണം, മുറ്റമടിക്കണം, ക്ലീനിങ്ങുകൾ നടത്തണം. അങ്ങനെ ആശ്രമത്തിലെ സാധാരണ ജോലികൾക്കിടയിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആളിനെ സ്വീകരിക്കണം, വേണ്ടതൊക്കെ കൊടുക്കണം. ഇങ്ങനെ സാധാരണത്വത്തിൽ കഴിഞ്ഞൊരു മനുഷ്യൻ. പക്ഷെ ഈ സാധാരണത്വത്തിനിടയിൽ എന്താ അദ്ദേഹം ചെയ്തതെന്നറിയുമോ? ഈ സാധാരണത്വത്തെ അസാധാരണത്വമാക്കുവാൻ വേണ്ടി അദ്ദേഹം അതിൽ ദൈവസ്നേഹം ചാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് അദ്ദേഹം അതിൻ്റെ അർത്ഥം? ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി ഇതോരോന്നും ചെയ്യാൻ തുടങ്ങി. അതീവ സ്നേഹത്തോടു കൂടി രാവിലെ ഇറങ്ങി മുറ്റമടിക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടിലെ ക്ലീനിങ് എന്നുള്ളൊരു വാക്കാണ്. മുറ്റമടിക്കുന്നത് നോക്കുക. ആ മുറ്റമടിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇത് ദൈവത്തിൻ്റെ ജോലി തന്നെയാണ്, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റമടിക്കുന്നു, പാത്രം കഴുകുന്നു, അടുക്കളയിലെ ജോലി ചെയ്യുന്നു, ഇതര ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോൾ മറ്റ് ആശ്രമവാസികളെ പോലെ ദേവാലയത്തിൻ്റെ നിശബ്ദതയിലിരുന്ന് ആഴമേറിയ ധ്യാന നിമിഷങ്ങളിലൂടെ ഒന്നും കടന്നു പോകുവാൻ ആ പാവപ്പെട്ട മനുഷ്യന് കഴിഞ്ഞില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? ഈ സ്നേഹാർദ്രമായ പ്രവർത്തനം തന്നെ അദ്ദേഹത്തിന് വിശുദ്ധിയിലേക്കുള്ള കവാടം തുറന്നു. ഒരു വിശുദ്ധന്റെ ജീവിത കർമ്മകാണ്ഡം അങ്ങനെയായി തീർന്നു. അതിനാൽ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു, എന്താണ്? വർക്കിംഗ് പ്ലേസ് ഈസ് എ വർഷിപ്പിംഗ് പ്ലേസ്. വർക്കിംഗ് പ്ലേസ് ഈസ് എ വർഷിപ്പിംഗ് പ്ലേസ്. ഞാൻ പിന്നീട് ഒരിക്കലും ഒരു ഗ്രന്ഥകാരൻ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇതുപോലത്തെ ഒരു ധ്വനിയോടുകൂടി ഒരിക്കലും ഇങ്ങനെ എഴുതുകയുണ്ടായി. ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, സയന്റിസ്റ്റിന്റെ പ്രവർത്തന മേഖല ലബോറട്ടറികളാണ്, പരീക്ഷണശാലയാണ്. കുറിക്കുകയാണ് അദ്ദേഹം, ലബോറട്ടറി ക്യാൻ ബി ആൻ ഓറട്ടറി. പരീക്ഷണശാലകൾ പ്രാർത്ഥനാലയങ്ങളാക്കാൻ കഴിയും. അതെഴുതിയത് ഈ 1900-കളിലാണ് എങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട മനുഷ്യൻ, ഈ വിശുദ്ധൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നോക്കുവോ, തൻ്റെ സാധാരണ ജീവിതത്തെ ദൈവാരാധനയാക്കി മാറ്റി എന്നത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. നമ്മളൊക്കെ ഈ ഗ്രാമവാസികളാണ്. അടുക്കളയിലെ ജോലിയും കൃഷിസ്ഥലത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ദൈവസ്നേഹം ചാലിച്ചുകൊണ്ട് പശുവിനെ കറക്കലും പാത്രം കഴുകലും ഒക്കെ ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു സാധ്യതയിലേക്ക് ഈ ജരാർദ വിശുദ്ധൻ നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. നമുക്കും വിശുദ്ധരാകാം എന്ന സൂചന നൽകിക്കൊണ്ട് ദൈവസ്നേഹം കൊണ്ട് ഇങ്ങനെ നിറയാനായി അദ്ദേഹം നൽകുന്ന ഒരു ഉൾക്കാഴ്ച വളരെ ചിന്തിക്കേണ്ടതാണ്.
അദ്ദേഹം പറയുകയാണ്, എങ്ങനെയാണ് ദൈവത്തോടുള്ള സ്നേഹം ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയായി നാം മാറുന്നത്? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ നിന്ന് ശ്രദ്ധിക്കൂ. The more you are detached from yourself, the more you are attached to God. നമ്മിൽ നിന്ന് നാം എത്രമാത്രം വിച്ഛേദിക്കുന്നു, അത്രമാത്രം ദൈവസ്നേഹം കൊണ്ട്, പരിപൂർണ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദ ഡിറ്റാച്ച്മെന്റ്. ജോലികളൊക്കെ ചെയ്യുന്നു, സാധാരണത്വത്തിലൂടെ കടന്നു പോകുന്നു. ഇതിനിടയിൽ ഹൃദയം തമ്പുരാനോടുള്ള ഐക്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവൈക്യത്തിൽ സാധാരണ ജീവിതം, ഈ ഭൗമിക ജീവിതം, മുണ്ടൈൻ ലൈഫ് can be a paradise. Mundane life can be a paradise എപ്പോൾ? when we are united in the Lord. ദൈവൈക്യത്തിൽ കഴിയുമ്പോൾ ലൗകിക ജീവിതം, ഭൗമിക ജീവിതം പർദീസായുടെ ജീവിതമായി മാറുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യന്റെ വലിയ പണ്ഡിതോചിതമായ ഉൾക്കാഴ്ചകളല്ലെങ്കിലും മിസ്റ്റിക്കലായിട്ടുള്ള ദൈവൈക്യത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനസൂക്തങ്ങളായി എനിക്കിങ്ങനെ വായിക്കാനായിട്ട് തോന്നുകയാണ്. ഇത് ജ്ഞാനസൂക്തങ്ങളാണ്. ജെറാർഡ് മഞ്ചെല്ലായുടെ ഈ വക ചിന്തകൾ എന്നെ ഒരു പുത്തൻ വിഹായസിലേക്ക് ഉയർത്തുന്ന പോലെ തോന്നുകയാണ്. ആധുനിക ചിന്താഗതികൾക്ക് അതേ ഉയർത്തുന്ന വെല്ലുവിളിയും ചിന്തോദ്ദീപകമാണ്. എന്താണത്? ആധുനിക കലാലയങ്ങളിലൂടെയൊക്കെ നിങ്ങളൊന്ന് നടന്നു നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിലൂടെയൊക്കെ ഒന്ന് പരതൂ. AI-യുടെ സഹായത്തോടെ പലതും ഒന്ന് അന്വേഷിക്കൂ. ആധുനിക ലോകം നമ്മളോട് എന്നാ പറയുക? വി ഹാവ് ടു ഗ്രോ. നമ്മൾ വളരണം, നമ്മൾ നമ്മളെ തന്നെ നേടിയെടുക്കണം, സാക്ഷാത്കരിക്കണം. ചുരുക്കത്തിൽ അടുത്ത വാക്ക് സെൽഫ് റിയലൈസേഷൻ. നമ്മുടെ തന്നെ ഇങ്ങനെ റിയലൈസേഷനാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗോൾ, ലക്ഷ്യം എന്നിങ്ങനെ പഠിപ്പിക്കും. അതിനെന്ത് ചെയ്യണം? നാം ഉയരണം, നാം വളരണം, നാം ശക്തരാകണം. എഫിഷ്യൻസി, കോമ്പിറ്റൻസ്, സക്സസ്, ഈ വക ഡിക്റ്റംസ്, ചൊല്ലുകളാണ് എപ്പോഴും എവിടെയും അക്കാഡമികളിലൊക്കെ ജ്വലിച്ച് കേൾക്കുന്നത്. ആധുനിക സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ഈ മനുഷ്യരിൽ നിന്ന് എന്താ കിട്ടുക? ദൈവഹിതത്തോട് പൂർണ്ണമായി ചേരുന്നതിലൂടെ നാം തളരുകയല്ല, വളരുകയാണെന്നും അതിലൂടെ നാം വിശുദ്ധരാകുകയാണെന്നും മഹാത്മാക്കളാകുകയാണെന്നുമുള്ള പാഠമാണ് ഇവിടെ കിട്ടുക. ദൈവഹിതത്തോട് പൂർണ്ണമായി ചേരുന്നതിലൂടെ നാം തളരുകയല്ല, വളരുകയാണ്. എങ്ങനെ വളരുന്നു? മഹാത്മാക്കളെ പോലെ വളരുന്നു, വിശുദ്ധരായിത്തീരുന്നു എന്ന്. ഇത് ആധുനിക ലോകത്തിനുള്ള വെല്ലുവിളിയായി എനിക്ക് തോന്നുകയാണ്. എങ്കിൽ ഈ തിരുശേഷിപ്പ് പ്രയാണത്തിലൂടെ കേരളക്കരയില് ഈ പ്രിയപ്പെട്ട ദിവരക്ഷക സഭയിലെ അംഗങ്ങളായിട്ടുള്ള ഫാദേഴ്സ് നടത്തുന്നത് ഒരു പ്രത്യേക സുവിശേഷ പ്രഘോഷണമായി എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങൾ പ്രസംഗങ്ങളാണ് എന്ന് എനിക്കറിയാം. ഇടവകളിൽ ധ്യാനങ്ങളൊക്കെ നടത്തി എത്രയോ മനുഷ്യരെയാണ് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഇത് വേറെ ഒരു രീതിയിലുള്ള, നിങ്ങൾക്ക് മുമ്പേ പറന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷിയെ, ലോക ജനതയെ, കേരള മക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നൽകുന്ന ഈ സംഭാവനയ്ക്ക്, കേരള സദസ്സിനെ മുഴുവനെ എൻ്റെ ഭാവനയെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ദൈവജനത്തെ മുഴുവനെയും കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രൊവിൻഷ്യലൂടെ ഇരിപ്പുണ്ട്, പ്രൊവിൻഷ്യലിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതൊരു വലിയ സേവനമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രകടമായി ഒന്നും തോന്നുന്നില്ല എങ്കിലും ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. സാധാരണ ജീവിതത്തെ അസാധാരണ ജീവിതമാക്കാൻ കഴിയും എന്ന ഉൾക്കാഴ്ച ജ്ഞാനം നമുക്കിന്നേ ദിവസം നമുക്ക് ലഭിക്കുകയാണ്. ഈശോയുടെ വചനങ്ങളിൽ അത് കിടപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് സുവിശേഷത്തിൽ നിന്ന് ഞാനതെടുത്ത് വായിച്ചത്. ദൈവത്തിൻ്റെ
കർമ്മ പദ്ധതി എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കിയേ. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും ഇവയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആർക്കാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്? ശിശുക്കൾക്ക്, സാധാരണക്കാരന്. എങ്ങനെയാണ് ആ പാവപ്പെട്ട വീട്ടിലെ ഈ ജെറാർഡ് മജല്ല 12-14 വയസ്സുകളില് ആ ശിശു എങ്ങനെയാണ് ദൈവഹിതത്തോട് ഇങ്ങനെ ചേരുന്നതാണ് സുപ്രധാനം എന്ന ദാഹത്തിലേക്ക്, ജീവാർപ്പണത്തിലേക്ക് മാറിയത് എന്ന് ചോദിച്ചാൽ ആരോ ഉന്നതത്തിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുത്ത ബോധ്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഇതിനെയാണ് ജ്ഞാനം എന്ന് വിളിക്കുന്നത്. വിസ്ഡം. ദിസ് ഈസ് വിസ്ഡം. ഈ വിസ്ഡമാണ് ഇന്ന് കലാലയങ്ങൾ നമുക്ക് തരാത്തത് എന്നും കൂടി പ്രിയമുള്ളവരെ ഓർക്കണം. നമുക്ക് പാണ്ഡിത്യം കിട്ടും, നോളജ് കിട്ടും. വിസ്ഡം എവിടെ? ഈ വിസ്ഡത്തിന് വേറെ വേദികൾ തേടണം. ഇതാ ഇങ്ങനെ നമുക്ക് മുൻപേ പോയ മഹാത്മാക്കളുടെ മാതൃകകൾ നിൽക്കുന്നു. അതിനാൽ ഈ വിശുദ്ധനെ ആദരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ജെറാർഡ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. അദ്ദേഹം ഈ ദൈവാനുഗ്രഹം ഇങ്ങനെ വഴുതി ഒഴുക്കുന്ന തമ്പുരാന്റെ പദ്ധതിയിൽ ചില വിശുദ്ധന്മാർക്ക് ചില സ്പെഷ്യലൈസ്ഡ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നും. അങ്ങനെയാണ് അമ്മമാരുടെ മധ്യസ്ഥനായി, അല്ലെങ്കിൽ ഗർഭിണികളുടെ മധ്യസ്ഥനായി, വിഡോസിന്റെ മധ്യസ്ഥനായി, ആരോരുമില്ലാത്തവരുടെ മധ്യസ്ഥനായൊക്കെ ഇദ്ദേഹത്തെ കാണുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഏത് കാര്യത്തിനും അദ്ദേഹത്തോട് ചോദിക്കാം. അനുഗ്രഹങ്ങൾ തരാൻ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കഴിവുള്ള ജെറാർഡ് മജല്ലോയെയാണ് നാം ഇന്ന് ആദരിക്കുന്നത്. അതിനാൽ ഈ തിരുനാളിൽ പങ്കെടുക്കാൻ, ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന നമുക്ക് വലിയൊരു അനുഗ്രഹവും പേറി നമ്മുടെ ചിന്താധാരകളിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പുത്തൻ ഭാവങ്ങളും പേറി തിരിച്ചു പോകാനും ഈ ദൈവത്തോടുള്ള ഒരുമ, ഒന്നുചേരൽ, അതാണ് സുപ്രധാനമെന്ന ബോധ്യത്തിലേക്ക് മാറാം. ഈ വണ്ടികളുമായിട്ട് വർക്ക്ഷോപ്പിൽ പോകുന്നവർ പറയുന്നൊരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവർ പറയും, ഇനി വണ്ടിയുടെ അലൈൻമെന്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് കിട്ടില്ലായിരിക്കുന്നുണ്ട്. ഞാനൊന്ന് വിശദീകരിക്കാം. നമുക്ക് കാറുണ്ട്, കാറിന് 4 ചക്രമുണ്ട് എന്നറിയാം. പക്ഷെ ഒരു ചക്രം പൊങ്ങിയും വേറൊരു ചക്രം താന്നുമാണ് ഇരിക്കുന്നതെങ്കിൽ വണ്ടി ഓടിക്കൽ പ്രയാസമാണ്, അല്ല അപകട സാധ്യത കൂടുവാണ്. അതുകൊണ്ട് 4 ചക്രങ്ങളും ഒരേ ലെവലിൽ ഭൂമിയിൽ തട്ടണം, അതിനകത്തെ എയർ ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം അതിൻ്റെ താളം തെറ്റും. അലൈൻമെന്റ് എന്നാണ് അതിന് പറയുന്നത്. അലൈൻമെന്റ്. പിന്നെ വേറെ കാര്യങ്ങൾക്കൊക്കെ അലൈൻമെന്റ് ഉണ്ട്. ഇവിടെ ഒരു അലൈൻമെന്റ് ആണ്. എന്താണ് അലൈൻമെന്റ്? ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഹിതവും കൂടി അലൈൻ ചെയ്തു ഇങ്ങനെ ചേരുന്നു. ഇതാണ് വിശുദ്ധ ജെറാർഡ് മജല്ലോ. ദൈവഹിതത്തിന് പൂർണ്ണമായി ജീവാർപ്പണം നടത്തി കുരിശിലെ യാഗത്തിലൂടെ മാനവകുലത്തെ രക്ഷിച്ച ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവാർപ്പണം നടത്തി മനുഷ്യൻ ഈശോയെ പോലെ, ഇവരെ പോലെ, നമുക്ക് മുന്നേ പോയ വിശുദ്ധരെ പോലെ നമ്മുടെ ജന്മങ്ങളെ വിശുദ്ധ ജന്മങ്ങളാക്കാൻ നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.